ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പരാമട്ടയിലോട്ടാട്ടോ പോയത്. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ കേട്ടോ. അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും, പരാമട്ട ലെയിൻസ് എന്ന് പറഞ്ഞു. ഒരു 3 days ഫെസ്റ്റിവലായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി പോയതാണ്. എവിടെ ചെന്നാലും നല്ല തിരക്കാണ് കേട്ടോ. അന്ന് ഞങ്ങൾ സാറ്റർഡേയാണ് പോയത്. അന്ന് നല്ല തിരക്കായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ് മ്യൂസിക്സും ഫണ്ണും ഫുഡും. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വരും. ഒരുപാട് സ്റ്റോൾസും ഡിഫറെൻറ്റ് ഫുഡും ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസും ആയിട്ടൊക്കെ, ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ സമ്മർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ ഉള്ളൊരു ഫെസ്റ്റിവലാട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ നടന്ന് ഒരു 2 hours നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. എവിടെ നോക്കിയാലും ഫുഡ് ട്രക്സും മ്യൂസിക്സും ഒക്കെ ആയിട്ട് നല്ലൊരു നൈറ്റ് വൈബാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റിൽ. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫാമിലി ആയിട്ട് വരും. നമുക്ക് എൻജോയ് ചെയ്യാം, ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ. ഇവിടെ എനിക്ക് ഓസ്ട്രേലിയ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഏത് സീസൺ ആയാലും ഇങ്ങനെ ഫെസ്റ്റിവൽസൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ സാറ്റർഡേ സൺഡേ ആണല്ലോ പോണത്. അപ്പോൾ എല്ലാ സാറ്റർഡേ സൺഡേ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഞങ്ങളിവിടെ പുതുതായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കാണാനും പോകാറുണ്ട്. നല്ല രസമാണ് കുട്ടികൾക്ക്. അവർക്ക് എൻജോയ്മെൻ്റ് ആണല്ലോ, വീട്ടിലേ ഇരിക്കുകയല്ലേ. അപ്പോൾ പുറത്തൊക്കെ കാണാം, നല്ല നല്ല സ്ഥലങ്ങൾ, ലൈവ് മ്യൂസിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അനേക്ക് ശിവതയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നടന്ന് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. നല്ല വൈബായിരുന്നു കേട്ടോ. പാട്ടും ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല നല്ല പാട്ടും വൈബും ഒക്കെ ആയിട്ട് അതിങ്ങനെ കണ്ട് വന്നപ്പോഴാണ് നമ്മുടെ തമിഴ്നാട്ടിലെയൊക്കെ പോലെ നല്ലൊരു മ്യൂസിക് ഇവിടെ കേൾക്കാം. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ലൈവായിട്ട് മ്യൂസിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആനയും ശിവതയൊക്കെ അതിന് ഡാൻസ് കളിക്കുക കേട്ടോ. ശിവതയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേട്ട്. അവളും അവളെ ചേച്ചി കളിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കളിക്കും ഡാൻസൊക്കെ. പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു ജ്യൂസ് ആണ് മേടിച്ചിട്ട്, ഒരു കളർ ജ്യൂസ് എന്ന് പറഞ്ഞു, ലെമണിൻ്റെ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ആൾ നോക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ആൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു ലൈവ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ലൈവ് മ്യൂസിക്സും ഡാൻസും ഒക്കെ ആയിട്ട് അതും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടു. ഈ പരാമട്ടയിൽ തന്നെ പല സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സീക്രട്ട് റൂം പോലെ കണ്ടു. അവിടെ ഇങ്ങനെ ലൈറ്റ്സ്, 3D ലൈറ്റ്സൊക്കെ ആയിട്ട് അതും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ജമ്പിങ്ങും അതിൻ്റെ ഒരു ബോർഡ് പോലെയൊക്കെ ഉണ്ട്. അതിലും കുട്ടികൾക്കൊക്കെ ഒരുപാട് നേരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ലെഗും ഹാൻഡും ഒക്കെ വെച്ച് മൂവ് ചെയ്ത് പോകാനുള്ളതും. അതിലും കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. ശിവതയെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ചെയ്യുക ചേച്ചി, എന്തൊക്കെയായി ചെയ്യുന്നതെന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഐസ്ക്രീമും കളർ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിച്ചില്ല, അതൊന്നും ഇവർ കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങളിതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വേറെ കുട്ടികളുമായിട്ടൊക്കെ കളിക്കാം. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഇവിടെ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇതാണ് ആ കളർഫുൾ ലെമണിൻ്റെ. അതും ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതും ശിവതയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബായ്.